ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും SajuS TastelanDിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓവറായിട്ട് പഴുത്തുപോയ പഴം കൊണ്ട്, തൊലിയൊക്കെ കറുത്ത് പഴുത്തിരിക്കുന്ന പഴം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം പഴമൊക്കെ വാങ്ങുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ആകെ അങ്ങോട്ട് കറുത്ത് പോവും. അപ്പോൾ അങ്ങനെയുള്ള പഴം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അതങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നില്ല. അതിൻ്റെ കാണുമ്പോൾ അവർക്കത് ഇഷ്ടാവില്ല. അതുപോലെ തന്നെ മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും അതങ്ങനെ കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് പഴുത്തുപോയ പഴം എടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പ്ലാവിലയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് കാണാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഒരു പ്ലാവില എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുമ്പിളാക്കി എടുക്കാം. വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഈർക്കിളിയാണ് ഞാൻ എടുക്കുന്നത് ഇത് ലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ പ്ലാവിലേക്കാണ് നമ്മളെടുത്ത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഞെട്ട് വെച്ചിട്ട് നമുക്കിത് അതിൻ്റെ ഈ വശം ഒന്ന് ലോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള പ്ലാവിലയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിത് ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് എത്ര ഇല വേണം അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമ്മളുടെ അടുത്ത് എത്രത്തോളം പഴമുണ്ട് അതിനനുസരിച്ചാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പഞ്ചസാരയാണ്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 10 ഏലക്കായ ഞാൻ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ കൂടെ ഏലക്കായ ഇട്ട് പൊടിക്കുമ്പോൾ അത് വളരെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എപ്പോഴും ഏലക്കായ പൊടിക്കാനായിട്ട് കുറച്ച് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് അതേ ജാറിലേക്ക് തന്നെ നമ്മുടെ പഴം ജസ്റ്റ് 2-3 പീസൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് അധികം പഴുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പഴം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവർ കഴിക്കില്ല, നമുക്കാണെങ്കിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഇതുപോലെയുള്ള റെസിപ്പീസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പഴം ഏത് എന്നൊന്നുമില്ല കേട്ടോ, ഓവറായിട്ട് പഴുത്ത ഏതൊരു പഴവും നമുക്ക് എടുക്കാവുന്നതാണ്. ഓവറായിട്ട് പഴുത്ത എന്ന് മാത്രമല്ല, നമ്മുടെ അടുത്തുള്ള ഏത് പഴം എടുക്കാവുന്നതാണ്. ഓവറായിട്ട് പഴുത്ത പഴം നമുക്ക് കളയണ്ട എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം പഴം എടുക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെയാണ് നമ്മൾ അരിപ്പൊടിയും ചേർക്കുന്നത്. ഇനി ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും എടുക്കാവുന്നതാണ്. എന്തായാലും സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആകെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ആദ്യം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1-2 പഴം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, കാണാനായാലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ വളരെ തിക്കായിട്ട് മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ അത് നമ്മൾ വേവിച്ചെടുക്കുമ്പോഴും അതിനൊരു ഹാർഡായിട്ട് തോന്നും. അപ്പോൾ കുറച്ച് ലൂസിലാണ് നമുക്കിത്
കിട്ടേണ്ടത്. ഇപ്പോൾ ഈ ഒരു ലൂസിലൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴം കുറച്ച് കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ടൊക്കെ നിങ്ങൾക്കത് ഈ ഒരു ലൂസിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമൊക്കെ ഇതിലിങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കുമ്പിളിലേക്ക് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടത് നമ്മുടെ ഈ മാവ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് പ്ലാവില ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വാഴയിലയിലും അതുപോലെ തന്നെ വട്ടയിലയിലും വഴനയിലയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഏതിലയിലും വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അട പോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ പറ്റും. ഇനിയിപ്പോൾ ഒരു ഇലയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസുകളൊക്കെ ആയിട്ട് സ്റ്റീം ചെയ്ത് എടുക്കാം. അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഇഡ്ഡലിത്തട്ടിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 തട്ടിലായിട്ടാണിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരു 15 മിനിറ്റോളം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് കുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കമ്പിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ഈവനിങ്ങിൽ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമ്മളടുത്ത് ഇനിയിപ്പോൾ ഓവറായിട്ട് പഴുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കളയരുത്. ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമൊക്കെയുള്ള റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടമാവും. അവർ നല്ല സന്തോഷത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കിയപ്പോൾ കണ്ടില്ലേ, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.